നമസ്തേ. പതിറ്റാണ്ടുകളായി അമേരിക്ക പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്ന 1971 ഒരു പത്രവാർത്ത സൈന്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഭാരതത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഇറക്കുമതി തീരുവയും പിഴയും ചുമത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ പോസ്റ്റ്. സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡ് എക്സിൽ പങ്കുവച്ച പത്രക്കട്ടിംഗ് 1971 ഓഗസ്റ്റ് 5 71 യുദ്ധത്തിന് മുന്നോടിയായി അമേരിക്ക പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നത് എങ്ങനെയെന്ന് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ആ വർഷത്തെ ഈ ദിവസം യുദ്ധത്തിന്റെ മുന്നൊരുക്കം ഓഗസ്റ്റ് 5, 1971 എന്നാണ് സൈന്യം ഈ ഒരു പോസ്റ്റിന് അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനെപ്പറ്റി നാറ്റോ ശക്തികളെയും സോവിയറ്റ് യൂണിയനെയും സമീപിച്ച കാര്യം അന്നത്തെ പ്രതിരോധ ഉൽപാദന വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി VC ശുക്ല രാജ്യസഭയിൽ പറഞ്ഞതായി പത്രവാർത്തയിൽ പരാമർശിച്ചിട്ടുണ്ട്. പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്ന കാര്യം സോവിയറ്റ് യൂണിയനും ഫ്രഞ്ച് സർക്കാരും നിഷേധിച്ചപ്പോൾ US പിന്തുണ തുടർന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അമേരിക്കയും ചൈനയും കുറഞ്ഞ വിലയ്ക്ക് പാകിസ്ഥാന് ആയുധങ്ങൾ വിറ്റുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1971 യുദ്ധത്തിൽ പാകിസ്ഥാൻ പോരാടിയത് ഈ രണ്ട് രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിലവിലെ ട്രംപിന്റെ പ്രസ്താവനകളും അല്ലെങ്കിൽ ട്രംപിന്റെ ചെയ്തികളുമായി ഇതിനെ ചേർത്ത് വെച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.